എന്റെ അറിവ് ശരിയാണെങ്കിൽ കന്യകയായ പെൺകുട്ടികളെ കൂട്ടബലി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അവനിപ്പോ. കാരണം അത്തരം ബലികൾ നടത്തുന്ന ചടങ്ങിലൂടെ ഈ കാട് മുഴുവനും കൂടാതെ ആ നിധിയും അവന് മാത്രം അവകാശപ്പെട്ടതായി മാറും. ശരിക്കും ഷേർഖാൻ ഉണ്ടായിരുന്നു. ഷേർഖാൻ മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും ആ നിധിയൊന്ന് തൊടുവാൻ പോലും സാധിച്ചിട്ടില്ല. നിധിയുടെ കഥ ആദിവാസി ഊരിൽ നിന്നും ലഭിച്ച താളിയോല ഗ്രന്ഥം വഴിയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അധികം ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ഇതെല്ലാം കേട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ മിഴിച്ചിരുന്നു പോയി അവർ എല്ലാവരും. ആരാണ് ആ കരിന്തണ്ടൻ? വോൾഗ വില്ലയിൽ നിധിയുണ്ടോ? ചിണ്ടൻ പറഞ്ഞതെല്ലാം നുണയാണോ? ചിണ്ടൻ ഞങ്ങളോട് നുണ പറയേണ്ട കാര്യം? ഈ സ്വാമിജി ആയിരിക്കുമോ യഥാർത്ഥ വില്ലൻ? ഇയാൾ പറയുന്നത് വിശ്വസിക്കണം. എങ്ങനെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാം? ഇനി എന്തു ചെയ്യും? ഇത്തരം കുറെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുടെ മുന്നിൽ ഉത്തരം തേടുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ശരിക്കും മാർക്കാണ് നൽകാൻ കഴിയുക? ഇനി എന്തൊക്കെ നേരിടേണ്ടി വരും? ഭീതി നിറഞ്ഞ നിമിഷങ്ങൾ അടുത്തുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഇടയിലും സണ്ണി മനസ്സിൽ പറഞ്ഞു, ഇനി ഈ കാട്ടിൽ ആന വലുതായി ദിനോസർ ആയെന്ന് പറഞ്ഞാലും ശരി, ഈ ഉമ്മച്ചിക്കുട്ടിയെ കെട്ടി സന്തോഷമായിട്ട് ജീവിച്ചിട്ടേ ഞാൻ തട്ടിപ്പോകും. എന്നിട്ട് അതോർത്ത് ഒന്ന് ചിരിച്ചു. അനൂപ്, എന്താടാ ചിരിക്കുന്നേ? സണ്ണി, മിണ്ടല്ലേ, ഭീകര നിമിഷമാണ് വരാൻ പോകുന്നത്. ചിന്തിക്കേ ചിന്തിക്കേ. സ്വാമിജി, അധികമൊന്നും ഓർക്കണ്ട. എല്ലാവരും ധൈര്യമായിട്ടിരിക്കൂ. ഈ ഭാഗത്ത് വന്ന് ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. വിവേക്, അതല്ല, ഞങ്ങളെ കൂടാതെ ഇനി 3 പേരും കൂടെ ഉണ്ട്. അവർ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. അനൂപ്, അവർക്കെന്തെങ്കിലും പറ്റിക്കാണുമോ എന്നും അറിയില്ല. സ്വാമിജി, വിഷമിക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ. ആർക്കും സർവേശ്വരൻ ഒരു തിന്മയും വരുത്തില്ല. എല്ലാം നന്നായി വരും. സമയം വയ്ക്കുന്നു. എല്ലാവരും വരൂ, നമുക്ക് ആശ്രമത്തിലേക്ക് പോകാം. കൂടെയുള്ളവരെ നമുക്ക് ഒരുമിച്ച് നിന്ന് കണ്ടെത്താം. എല്ലാവരും ഒരുമിച്ച് ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചു. സണ്ണി, ഡേ അനൂപേ, ഡേ, തെക്കേതാ വടക്കേതാ എന്നറിയാത്ത ഈ കിളവന്റെ വാക്കും കേട്ട് ചെന്ന് കയറണോ? അനൂപ്, എടാ, തൽക്കാലം തങ്ങാനൊരിടം. നീ കണ്ടല്ലോ അല്ലേ ആദിവാസികളെ? അവന്മാര് ബ്ലഡി ഗ്രാമവാസികളെക്കാളും ഗതികെട്ടവന്മാരാണ്. വിവേക്, അവരെ കണ്ടുപിടിക്കുന്നത് വരെ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ലുതു, ആ. സണ്ണി, ഷോ, എന്തോ നടയത്? എന്തു പറഞ്ഞാലും ഒരു ആം. ലുതു, പിന്നെ ഞാനെന്ത് പറയണം? എല്ലാം നിങ്ങ പറയുമല്ലേ. സണ്ണി, ഒന്നും പറയുന്നില്ല, ഒന്ന് കൂടെ വരോ? ലുതു, ആ. സണ്ണി, ഹോ, ദേ പിന്നെ. ഓ, ഒന്നുമില്ല, നീ ഇനി മിണ്ടണ്ട, വാ നടക്ക്. സ്വാമിജി, എന്താ എല്ലാവർക്കും ഒരു വിശ്വാസമില്ലായ്മ? വിശ്വാസം നഷ്ടപ്പെടില്ല, അത് വാക്കാണ്. വരൂ. സണ്ണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഉവ്വ, ഇതൊക്കെ തന്നെ നടൻ ദിലീപേട്ടനും പറഞ്ഞത്. അനൂപ്, എന്നിട്ട്? സണ്ണി, എന്നിട്ടെന്താകാൻ? പുള്ളിക്ക് പുള്ളിയെപ്പോലും വിശ്വാസം ഇല്ലാണ്ടായി. അനൂപ്, അടിപൊളി, വാ പോകാം. അവർ എല്ലാവരും ആശ്രമം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു. അപ്പോൾ മറ്റൊരിടത്ത് സഞ്ജീവ്, ചിണ്ടൻ, വിജയ് എന്നിവർ അവരെ തിരക്കി വന്നുകൊണ്ടിരുന്നു. സഞ്ജീവ്, ചിണ്ട, ഇനിയും പോകണോ? വിജയ്, അതെ, കാലൊടിയുന്ന പോലെയായി. സഞ്ജീവ്, നീ എന്തുദ്ദേശത്തിലാണ് ഇത്രയും ദൂരം കയറി വന്നത്? ശരിക്കും നിനക്ക് എന്തെങ്കിലും അറിയാമോ? ചിണ്ടൻ, എന്റെ ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ചാണ് ഇതുവരെ എത്തിയത്. നമ്മൾ അവരെ കണ്ടുപിടിക്കും, ഉറപ്പാ. നിങ്ങൾ വാ ചേട്ടായി. അവർ നടന്നു നടന്ന് കൊടുംകാടിന്റെ ഉള്ളിലെത്തി. എങ്ങും ഭയം തളം കെട്ടി കിടന്നിരുന്നു. ഒരു പൊളിഞ്ഞു വീണ വീട് പോൽ തോന്നിക്കുന്ന ഒരിടത്താണ് അവർ എത്തിച്ചേർന്നത്. അല്പനേരം ഇരുന്ന് വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോഴും സഞ്ജീവിന്റെ മനസ്സ് ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിച്ചുകൊണ്ടിരുന്നു. സംഭവിക്കുന്ന പല കാര്യങ്ങൾക്കും ഒരു വ്യക്തതയില്ല. എന്താണ് ഇതിന്റെ കാരണം? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നറിയില്ല. എന്തായിരിക്കും ഈ VV18B6? സഞ്ജീവ് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു.
വി വി അതെന്തായിരിക്കും? മനസ്സിൽ താളം തെറ്റുന്ന ഒരുപാട് ചിന്തകൾ, ഒരുപാട് മറുപടികൾ. പക്ഷെ ഒന്നിനും ഒരു പൂർണ്ണത വരുന്നില്ല. വി വി ചിന്തിക്കേ ചിന്തിക്കേ എന്ന് സഞ്ജീവ് സ്വയം പറഞ്ഞുകൊണ്ടേയിരുന്നു മനസ്സിനോട്. ഒടുവിൽ ഒരു വെള്ളിടി വെട്ടിയ പോലെ ആ സത്യം സഞ്ജീവിന്റെ മനസ്സിലേക്ക് കയറി വന്നു. വി വി അതായത് വോൾഗ വില്ല. 18 അതെന്തായിരിക്കും? ഒരുപാട് ഒരുപാട് ചിന്തിച്ചു, മനസ്സിലാകുന്നില്ല. 18ന്റെ അർത്ഥം തേടുമ്പോൾ തെളിഞ്ഞു വരുന്ന ഉത്തരങ്ങൾ ചേർത്തു വച്ചാൽ വി വി എന്നത് വോൾഗ വില്ലയുമായി ഒരു സാമ്യവും തോന്നുന്നില്ല. വീണ്ടും വീണ്ടും മനസ്സിനെ തിരമാലകൾ പോലെ അലയടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വിജയ് വിളിച്ചു. വിജയ്, ചേട്ടായി എന്താ ആലോചിക്കുന്നേ? ഒരു ഞെട്ടൽ എന്ന പോലെ സഞ്ജീവ് മനസ്സിനെ ആ അന്വേഷണ ദിശയിൽ നിലനിർത്താൻ കഴിയാതെ പെട്ടെന്ന് തെന്നിമാറിയിട്ട് പറഞ്ഞു. സഞ്ജീവ്, ഒന്നുമില്ലടാ, ഓരോരോ ചിന്തകൾ. അവരെ എങ്ങനെ കണ്ടുപിടിക്കും? വിജയ് കൈകൾ രണ്ടും മുഖത്തമർത്തിക്കൊണ്ട് പറഞ്ഞു. അറിയില്ല ചേട്ടായി, ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോഴേക്കും അവർക്ക് കഴിക്കാൻ കുറച്ച് പഴങ്ങളുമായി ചിണ്ടൻ അവിടേക്കെത്തി. ആഹാരം കഴിച്ചുകൊണ്ട് അവർ അവരുടെ ക്ഷീണം മാറ്റി മുന്നോട്ടുള്ള യാത്ര തുടർന്നു. ചിണ്ടൻ പറഞ്ഞു, ഇവിടെ അടുത്ത് ഒരു ആദിവാസി ഊരുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ അവർ അവിടെ കാണാൻ സാധ്യതയുണ്ട്. ശരി, എന്നാൽ അങ്ങോട്ട് തന്നെ പോകാമെന്ന് അവർ ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. കാടിന്റെ ഇടുങ്ങിയ വഴികൾ, അതിനു ചുറ്റും ഭ്രാന്തമായി വളർന്നു നിൽക്കുന്ന മരങ്ങൾ എല്ലാം താണ്ടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സമയമേറെ വൈകി വരുന്നു. അവർ ഒരു കുന്നിന്റെ മുകളിലെത്തി. ക്ഷീണം കാരണം വന്ന പാടെ ആ കുന്നിന്റെ മുകളിൽ ശ്വാസം നന്നേ വലിച്ചുകൊണ്ട് എല്ലാവരും തളർന്നു വീണുപോയി. സഞ്ജീവ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇമ്മാതിരി മലകൾ കയറിയത് എൻ്റെ ഓർമ്മയിലേയില്ല. ഇത് വല്ലാത്തൊരു അനുഭവമായി പോയി. വിജയ്, എന്തു ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടണം. ചിണ്ടൻ, അടുത്ത മലയിൽ ഒരു ചെറിയ വെട്ടം കാണുന്നു. അവിടേക്ക് ചൂണ്ടി പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞ ആദിവാസി ഊര്. വിജയ്, എന്നാ വാ, ഇരിക്കണ്ട, വേഗം പോയി തിരക്കാം. ചിണ്ടൻ, ഇല്ല, ഒരിക്കലുമില്ല, നമ്മളെ കൊണ്ട് അതിന് കഴിയില്ല. സഞ്ജീവ്, അതെന്താ? നീ എന്തായി പറയുന്നേ? ചിണ്ടൻ തുടർന്നു. മനുഷ്യഭോജികളായ കാട്ടാളന്മാരാണ് അവിടെയുള്ളത്. അവർക്ക് നമ്മളെ സഹജീവികളെ പോലെയൊന്നും കാണാൻ സാധിക്കില്ല. അവർ നമ്മളെ ഉപദ്രവിക്കും, ഉറപ്പാണ്. ആരും അറിയാതെ വേണം അവിടേക്കെത്താൻ. ഇന്നിനി ഇവിടെ നിന്ന് പോകുന്നത് കൂടുതൽ അപകടമാണ്. ആ താഴെയുള്ള ചെരുവിന്റെ വശം മുഴുവൻ അവരുടെ സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് ചെന്ന് കയറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. വിജയ്, എന്തായാലും നോക്കാം. സഞ്ജീവ്, അതെ, ഈശ്വരൻ ഒരു വഴി കാണിക്കാതിരിക്കില്ല. അസ്തമയ സൂര്യൻ അവരെ നോക്കി ഭൂമി പിളർന്നുകൊണ്ട് താഴേക്ക് പോയി. ചുറ്റും ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. കുറുനരിയുടെ ഓരിയിടൽ ശബ്ദം മുഴക്കി കേൾക്കാൻ തുടങ്ങി. ഇതേ സമയം മറ്റുള്ളവർ ആശ്രമത്തിൽ എത്തിയിരുന്നു. അനൂപ്, നല്ല ശാന്തസുന്ദരമായ പ്രദേശം. സണ്ണി, അല്പം കഞ്ചാവ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. അനൂപ്, എന്തോന്ന്? സണ്ണി, അല്ല, കണ്ടവന്മാർക്ക് വന്ന് ചാകാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നത് പോലെ ഉണ്ടെന്ന് പറയാൻ വന്നതാ. അനൂപ്, അങ്ങനെ. സണ്ണി, ചെടാ, ഇവനെന്തുവാടെ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കുന്നേ? എടാ വിവേകേ, എന്താ പ്രശ്നം ഇനി? വിവേക്, ഇത്രയും ഇവിടെ നടന്നിട്ടും എന്താ പ്രശ്നമെന്ന്? നിനക്ക് പ്രാന്താണോടാ പന്ന? സണ്ണി, വേണ്ട, തെറി വേണ്ട, കാര്യം പറഞ്ഞാ മതി. വിവേക്, നാശം. സണ്ണി, നീ വിജയെ ഓർത്തിട്ടല്ലേ ഈ വിഷമം? എടാ, അവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. അനൂപ്, അപ്പൊ സഞ്ജീവേട്ടന്റെയും ചിണ്ടന്റെയും കാര്യമോ? അവരും മിസ്സിംഗ് അല്ലേ? വിവേക്, എന്നാലും അവർക്ക് എന്തു പറ്റിയെന്ന് അറിയാതെ ഒരു പിടുത്തം കിട്ടുന്നില്ലടാ. സണ്ണി, വരേണ്ടത് എവിടെ ഇരുന്നാലും വരും, നീ വിഷമിക്കാതിരിക്കെ. വിവേക്, നാറി, എന്തു വരുമെന്നാടാ ഈ പറയുന്നേ? സണ്ണി, ആന എന്ന് പറഞ്ഞാൽ ചേന എന്ന് കേൾക്കും. എടാ ഞാനിപ്പോ ഉദ്ദേശിച്ചത്. വിവേക്, എന്തുദ്ദേശിച്ചെന്ന്? സണ്ണി, എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കോ? വിവേക്, എന്നാ പറഞ്ഞു തൊലയ്ക്ക്. സണ്ണി, അതായത് അവർ 3 പേരും എവിടെ ആയിരുന്നാലും വരേണ്ട സമയമാകുമ്പോൾ വരും എന്ന്. വിവേക്, അങ്ങനെ. സണ്ണി, അങ്ങനെ തന്നെ. അനൂപ്,
മണ്ടനാണേലും ഇവൻ പറഞ്ഞതിൽ കാര്യമില്ലാതെയില്ല. അവരെന്തായാലും വരും, എനിക്ക് ഉറപ്പുണ്ട്. അവർക്കൊന്നും സംഭവിച്ചു കാണില്ല. സണ്ണി: അല്ല, എന്താ അടുത്ത പ്ലാൻ? വിവേക്: എന്ത് പ്ലാൻ? സ്വാമിജി എന്ന പുള്ളിയെ കൂട്ടുപിടിച്ച് തിരികെ എത്താനുള്ള വഴികൾ നോക്കണം. ഒപ്പം അവരെയും കണ്ടുപിടിക്കണം. അനൂപ്: അതെ, ഇനി അതേ ഉള്ളൂ ഒരു മാർഗം. അപ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞ് സ്വാമിജി ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് വന്ന് അവർക്കൊപ്പം ഇരുന്നു. സ്വാമിജി: എന്താ, എല്ലാവരും വീണ്ടും ചിന്തയിലാണല്ലോ? വിവേക്: അല്ല സ്വാമിജി, അത് അവരെക്കുറിച്ച് ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവർക്ക് എന്തെങ്കിലും ആപത്ത്? സ്വാമിജി: ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പേടിക്കാതിരിക്കുക. ശത്രുക്കൾ എത്ര തന്നെ സത്യമായ വെളിച്ചത്തെ എത്ര കൈകൊണ്ട് മൂടിപ്പിടിച്ചാലും സത്യം ആ മറ നീക്കി വെളിച്ചത്ത് തന്നെ വരും. സണ്ണി ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഓ, പാർലേജി റോക്സ് പഞ്ച് ഡയലോഗ്. അനൂപ്: ഷോ, എടാ മിണ്ടാതിരി. ഒന്നാമതേ നിന്റെ കോമഡി അസ്ഥാനത്ത് വന്ന് വെറുപ്പിക്കാണ് എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. സണ്ണി: ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ പറ്റൂ. വേണേലിരുന്ന് കേട്ടാൽ മതിയടേ. ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. കേട്ടിട്ട് ഉറപ്പായും ഇരുന്ന് കിണിക്കണമെന്ന്. അല്ലേലും ഇമ്മാതിരി കിളവൻ ടീംസിനോട് ചക്ക വീഴുന്നത് എന്താണെന്ന് ചോദിച്ചാലും അതിന് അങ്ങും ഇങ്ങും തൊടാതെ കുറെ ഡയലോഗ് അടിക്കും. ചോദിച്ചാൽ പറയും കോപ്പ് അപാര പാണ്ഡിത്യമാണെന്ന്. ഫുൾ ഉടായ്പാണെന്ന് നമുക്കല്ലേ അറിയാവൂ. സ്വാമിജി തുടർന്നു. എന്താ, സണ്ണിക്കൊരു അസ്വസ്ഥത? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അനൂപ്: ഒന്നുമില്ല. അവൻ ഈ ആശ്രമവും പരിസരവും ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയായിരുന്നു. സ്വാമിജി: മോനെ അനൂപേ, ഞാനും നിങ്ങളുടെ അതേ പ്രായം കഴിഞ്ഞല്ലേ വന്നത്. പ്രായമായി, ശരിയാ. എന്നാലും ചെവികൾക്ക് ദൈവം സഹായിച്ച് പ്രശ്നമൊന്നുമില്ല. സണ്ണി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഈ പ്രായത്തിൽ പുച്ഛമൊക്കെ നല്ലതാണ്. പക്ഷേ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ആളിന്റെ വലിപ്പം അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ. അനൂപ്: അല്ലജി, അത്... സ്വാമിജി: അത് കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞു വന്നേ ഉള്ളൂ. പിന്നെ സണ്ണിക്ക് ഈ ആശ്രമമൊക്കെ ഒരുപാട് അങ്ങ് ഇഷ്ടമായി അല്ലേ? ശരി, സത്യം പറ. സണ്ണിയെ നിനക്ക് ഇവിടം വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടോ? സണ്ണി ഒന്ന് പരിങ്ങി, എന്നിട്ട് പറഞ്ഞു. അല്ല, അതിപ്പോ ഇവിടെ ആകെ മൊത്തം സമാധാനമൊക്കെ ആണല്ലോ. നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ശാന്തം, സമാധാനം മാത്രമല്ലേ ഉള്ളൂ. സ്വാമിജി ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ചിരി മെല്ലെ മെല്ലെ കണ്ണുകൾ ചുവക്കുന്ന തരത്തിലായി. എന്നിട്ട് ഗൗരവഭാവത്തിൽ സ്വാമിജി പറഞ്ഞു. അതാ കുഞ്ഞെ ഞാൻ പറഞ്ഞേ, നിനക്കൊന്നും അറിയില്ല. കാഴ്ചയാകും മിഥ്യയുടെ വലയിലാണ് നീ ഇപ്പോഴും. അനൂപ് ഭയത്തോടെ ചോദിച്ചു. എന്താ സ്വാമിജി ഉദ്ദേശിക്കുന്നേ? വിവേക്: ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. സണ്ണി: വലയിടാൻ ഞാൻ സ്പൈഡർമാനായി എന്നാണ് ഇങ്ങേര് പറയുന്നത്. അനൂപ്: ഓ, നിന്റെ ഈ പുളിച്ച കോമഡി അടി ഒന്ന് നിർത്തടേ. സ്വാമിജി തിരിഞ്ഞു നിന്ന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഉറക്കെ വിളിച്ചു. അമ്മേ ദേവി. ആ സമയം പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ അവരും ശ്രദ്ധിച്ചു. കാറ്റടിച്ചു. ആ സമയം എങ്ങു നിന്നെന്നറിയാതെ കൊള്ളിയാൻ മിന്നൽ പിണറുകൾ ആകാശത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് പുച്ഛിച്ചുവെങ്കിലും സണ്ണി വരെ ഞെട്ടിപ്പോകുന്ന തരത്തിലായിരുന്നു ആ മിന്നലിന്റെ വരവ്. സണ്ണി പേടിയോടെ ആണെങ്കിലും പറഞ്ഞു. സ്വാമിജി, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞോ? സ്വാമിജി അയാളുടെ കണ്ണുകളിൽ ആളിക്കത്തുന്ന ഒരു തീജ്വാലയുണ്ടായി. ആ നിമിഷം അയാൾ സണ്ണിയിലേക്ക് നോക്കി പറഞ്ഞു. അറിയില്ല, ആർക്കും ഒന്നും അറിയില്ല. നിങ്ങൾ എവിടെ നിന്നോ എന്റെ പക്കൽ വന്ന് പെട്ടതല്ല. ദൈവം നിങ്ങളെ എന്റെ അടുക്കൽ പറഞ്ഞു വിട്ടതാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് പോലും വിശ്വസിക്കാനാവാത്ത അത്രയും മായാജാലങ്ങൾ, കണ്ണിനെ പോലും വിശ്വസിക്കാനാകാത്ത കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ കാട്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സമാധാനം ഇല്ലാതാകാൻ ഒരു നിമിഷം മതി. അറിയില്ല കുട്ടികളെ, നിങ്ങൾക്കൊന്നും അറിയില്ല. കുരുക്കുകൾ മുറുകുന്നുണ്ട്. നിങ്ങൾ ആ കുരുക്കിന്റെ പിടിയിലായി കഴിഞ്ഞു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനാകും. നിങ്ങളിലൊരാൾ ഇന്നത്തേക്ക് 2 ദിവസം തികയുന്ന പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ ഈ ലോകത്തോട് വിട പറയും. ഞരമ്പിൽ മിന്നൽ പായുന്ന പോലെ, കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ, നെഞ്ചിടിപ്പിന്റെ താളം തെറ്റിക്കുന്ന പോലെ, വെള്ളിടി ഹൃദയത്തിൽ വെട്ടി മാറിയ പോലെ മൂവരും തരിച്ചു നിന്നുപോയി ആ ഒരു നിമിഷം. വിവേക്: എന്താ പറയുന്നേ സ്വാമിജി? ഒന്നാമതേ ഒരു സമാധാനവുമില്ല ഇപ്പോ. അനൂപ്: ആ ഒരാൾ ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സണ്ണിക്ക് സംസാരിക്കാൻ നാവ് പൊങ്ങാത്ത പോലെ ആയിപ്പോയി. ലുതുവിനും ഒന്നും പറയാനുണ്ടായിരുന്നില്ല.
സ്വാമിജി പറഞ്ഞു. വന്നു, കാടിന്റെ ഭംഗി ആസ്വദിച്ചു. അതും നിങ്ങൾക്ക് അനുമതിയുള്ള സമയത്ത് മാത്രം. അത് മാത്രം ചെയ്ത് മടങ്ങേണ്ടിയിരുന്ന നിങ്ങൾ ആവശ്യമില്ലാത്ത ശാപങ്ങൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരാളിന്റെ വാക്ക് കേട്ട് ഒരിക്കൽ ഈ മഹാവനവും മാന്ത്രികപുരയും അഗ്നിക്കിരയാക്കി. ഓർക്കുന്നുണ്ടോ ആ സംഭവം? 4 പേരും വളരെ ഭീതിയോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഓർക്കുന്നുണ്ട് സ്വാമിജി. അന്നൊരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ച രാവായിരുന്നു. ഈ മഹാവനത്തിനെ സാക്ഷിയാക്കി നാഗങ്ങൾ മാന്ത്രികപുരയിൽ കാവലിരുന്ന് സർവ്വ ഐശ്വര്യം കുടികൊള്ളുന്ന ആ നാഗബിംബത്തിന്റെ മേൽ വനമാന്ത്രികന്മാർ എത്തി 3 തരം അഭിഷേക പൂജകൾ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇടപെടൽ കൊണ്ട് ഒരു ആയുസിന്റെ നഷ്ടമാണ് അന്നവിടെ ഉണ്ടായത്. അന്ന് ആ മഹാ അഗ്നിക്ക് ഇരയായത് മാന്ത്രികപുര മാത്രമല്ലായിരുന്നു. പകരം നാഗബിംബത്തിന് കാവൽ നിന്ന സർപ്പങ്ങളും ആ നാഗവിഗ്രഹവും വനമാന്ത്രികന്മാരുമായിരുന്നു. വനമാന്ത്രികന്മാർക്ക് അവരുടെ മാന്ത്രിക സിദ്ധി ഒരിക്കലും ആ നാഗബിംബത്തിന്റെ മുമ്പിൽ കാട്ടുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ മരണത്തിനു മുന്നിൽ കീഴടങ്ങിയത്. പാപത്തിന്റെ ശിക്ഷ മരണം തന്നെയാണ്. ആരൊക്കെയാണോ ഇറങ്ങി പുറപ്പെട്ടത് എല്ലാവർക്കും ആയുസിന്റെ കാര്യം പകുതിയിൽ പൊലിഞ്ഞു പോകും. അതാണ് ഉഗ്രശാപത്തിന്റെ ഫലം. ഇതുകൂടി കേട്ടപ്പോൾ അവർ എല്ലാം കൊണ്ട് തകർന്നു പോയിരുന്നു. വിവേക്, ഞങ്ങളൊന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല സ്വാമിജി. അതെ, നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ നിങ്ങളെ അവിടേക്ക് നയിച്ചത് ഒരു ദുഷ്ടശക്തിയായിരുന്നു. അതിന്റെ ഉദ്ദേശപ്രകാരം അത് നിങ്ങളെ കൊണ്ട് കാര്യം നടപ്പാക്കി. അന്ന് വനമാന്ത്രികന്മാർ ഭസ്മം, മഞ്ഞൾ, കുങ്കുമം കൊണ്ട് ത്രിജ്യോതി പൂജ നടത്തിയിരുന്നെങ്കിൽ ദുഷ്ടശക്തികളുടെ ഉഗ്രശക്തിക്ക് ഒരു ശമനമുണ്ടായി തീർന്നേനെ. പക്ഷേ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നിങ്ങൾ ആ ദുഷ്ടശക്തികളുടെ ലക്ഷ്യത്തിന് മാർഗമായി തീർന്നു. അനൂപ്: സ്വാമിജി, ഇതിനൊരു പരിഹാരമില്ലേ? സ്വാമിജി ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ധ്യാനിച്ചതിന് ശേഷം പറഞ്ഞു, പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു. എന്നാലും രക്ഷ നേടാൻ നിങ്ങൾക്കൊരു വഴി കൂടിയുണ്ട്. വിവേക്: എന്താണ് ആ വഴി? സണ്ണി: ഞങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്? അനൂപ്: മടുത്തു ഈ ജീവിതം. ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. സ്വാമിജി: ഒരു നാണയത്തിന് 2 വശങ്ങളാണുള്ളത്. അതിൽ 1ാമത്തെ വശമാണ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞത്. ഇനിയുള്ളത് 2ാമത്തെ വശമാണ്. 1ാമത്തെ വശം എങ്ങനെ ചെയ്തുവോ അതിനേക്കാളും 10 മടങ്ങ് പ്രയാസമാണ് 2ാമത്തെ വശം പൂർത്തിയാക്കാൻ. വിവേക്: ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? പറയൂ. അനൂപ്: തെറ്റ് ചെയ്തത് ഞങ്ങളാണെങ്കിൽ അതിന്റെ പ്രായശ്ചിത്തവും ഞങ്ങൾ തന്നെ ചെയ്യാം. ഞാൻ തയ്യാർ. സണ്ണി: എല്ലാം അവസാനിപ്പിച്ച് ഒന്ന് വീട് പിടിച്ചാൽ മതിയായിരുന്നു. കോപ്പ്. സ്വാമിജി: ഞാൻ മുഴുവനും പറഞ്ഞു തീർന്നില്ല. എല്ലാവരും എന്നോടൊപ്പം വരൂ. സണ്ണി: ഇനി ഏത് ചുടുകാട്ടിലേക്കാണോ ആവോ. അവർ എല്ലാവരും സ്വാമിജിയോടൊപ്പം ആശ്രമത്തിന്റെ ഉള്ളിലേക്ക് ചെന്നു. അവിടെയിരുന്ന ദേവിയുടെ പടത്തിന്റെ പിന്നിൽ വളരെ തുരുമ്പെടുത്തു നശിക്കാറായ ഒരു താക്കോൽക്കൂട്ടം ഉണ്ടായിരുന്നു. സ്വാമിജി അതെടുത്തുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു, നിങ്ങൾ ഇതുവരെ കണ്ടതിനും അപ്പുറമുള്ള കാഴ്ചകൾ ഇനി കാണാൻ പോവുകയാണ്. എന്നോടൊപ്പം വരൂ. സ്വാമിജിയും കൂടെ ബാക്കിയുള്ളവരും കൂടി ആ വീടിന്റെ തെക്കേ വശത്തുള്ള ഒരു മുറിയുടെ മുന്നിലെത്തി. അത് പൂട്ടിക്കിടക്കുമായിരുന്നു. ആർക്കും തന്നെ മനസ്സിലാകാത്ത വണ്ണം കയ്യിലിരുന്ന താക്കോൽക്കൂട്ടം വെച്ച് സ്വാമിജി ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ട ശേഷം ആ പൂട്ടിലേക്ക് താക്കോൽ കയറ്റി. അത് തുറന്നു. വാതിലിന്റെ ഉൾവശം വല്ലാത്ത ശബ്ദത്തോടെയാണ് തുറന്നത്. എങ്കിലും അകത്തു നല്ല വൃത്തിയുണ്ടായിരുന്നു. എല്ലാവരും അകത്തേക്ക് കയറി ചുറ്റും നോക്കി. ചുവരുകളിലെല്ലാം ഭീകരരൂപികളായ പിശാചുക്കൾ മനുഷ്യരെ ആക്രമിക്കുന്ന തരത്തിലുള്ള ചുവർചിത്രങ്ങൾ അവർക്കവിടെ കാണാൻ സാധിച്ചു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചത് വേറെ ഒന്നായിരുന്നു. ഒരു ചുവരിലെ പടം അത് വോൾഗാവില്ലയുടേതായിരുന്നു. വിവേക്: ഇത് വോൾഗാവില്ല അല്ലേ? ആ ബംഗ്ലാവ്, അതിന്റെ പടം എങ്ങനെ ഇവിടെ വന്നു? ശരിക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? സ്വാമിജി ചൂണ്ടുവിരൽ കൊണ്ട് ശബ്ദിക്കരുത് എന്ന് കാണിച്ചു. എല്ലാവരും അത്ഭുതവും പേടിയോടെയും അത് നോക്കി നിന്നു. സ്വാമിജി ആ ചുവർ ചിത്രത്തിന്റെ അടുത്തേക്ക് നടന്നെടുത്തു. അടുത്തു ചെന്ന സ്വാമിജി ചെയ്തത് കണ്ട് അവരിൽ അത്ഭുതവും ഭയവും ഇരട്ടിക്കാനുള്ള വകയുണ്ടാക്കി. സ്വാമിജി ആ ചിത്രത്തിന്റെ നടുക്കായി കൈവച്ച് തള്ളി. വോൾഗാവില്ല എന്ന ബംഗ്ലാവിന്റെ വാതിൽ തുറക്കുന്ന പോലെ അത് തുറന്നു വന്നു. ഈ സമയം
ആ വീടിന് പുറത്ത് ശക്തമായി കാറ്റടിക്കാനും ഇടിമിന്നൽ ഉണ്ടാവാനും തുടങ്ങി. ശക്തിയായ കാറ്റിൽ ഐശ്വര്യപൂർണമായി കൊളുത്തിവെച്ചിരുന്ന നിലവിളക്കിന്റെ തിരുനാളങ്ങൾ അണഞ്ഞുപോയി. കുറുനരികൾ ശക്തിയായി ഓരിയിട്ടു. ചുറ്റും ഒരു പഴകിയ രക്തത്തിന്റെ മണം പടർന്നു. ചീഞ്ഞുനാറിയ ഒരു ശവപ്പെട്ടിയുടെ ഉള്ളിലേക്ക് എന്ന പോലെ സ്വാമിജി നടന്നുകയറി. ആ ബംഗ്ലാവിന്റെ ചിത്രത്തിന്റെ ഉള്ളിലേക്ക് ഉള്ള അറയിൽ കൂടെ ബാക്കിയുള്ളവരും. എല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ആ നിമിഷങ്ങൾ അവിടെ തുടങ്ങുകയായിരുന്നു. ശബ്ദം താഴ്ത്തി പരസ്പരം ഭയം കാരണം എല്ലാവരും ഓരോ സംശയങ്ങളായി ചോദിക്കാൻ തുടങ്ങി. സണ്ണി: എടാ ഉവ്വേ, ഇയാൾക്ക് വട്ടാണെന്നാണ് തോന്നുന്നേ. വെറുതെ ചെന്ന് കയറി ഓരോ ഏണിയെടുത്ത് തലയിൽ വെക്കരുത്. വിവേക്: എടാ, പുള്ളി എന്തൊക്കെയോ നമ്മളോട് പറയാൻ വരുന്നുണ്ട്. അനൂപ്: അതിന് ഇത്രയും ബിൽഡപ്പ് വേണോ? പേടി കൊണ്ട് നിൽക്കാൻ വയ്യ. സണ്ണി: പുള്ളിക്ക് പറയാനുള്ളത് കേൾക്കാൻ ഓരോരോ കുരുക്കിൽ ചെന്ന് കയറിക്കൊടുക്ക്. മര്യാദയ്ക്ക് 4 പെഗ്ഗുമടിച്ചിട്ട് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചോണ്ട് വന്നത്. ആ വരവ് അവസാനം ഇവിടെ വരെ എത്തി. ഇനി എന്തൊക്കെയാകുമോ ആവോ. പെട്ടെന്ന് കാതടപ്പിക്കുന്ന തരത്തിൽ ഒരു വലിയ ശബ്ദം ആ അറയിൽ മുഴങ്ങി. അനൂപ്: എന്തുവാടേ അത്? വിവേക്: എടാ, മഴയുടെ ലക്ഷണം കൊണ്ട് പുറത്തുള്ള ഇടിവെട്ടുന്ന ശബ്ദമാണ്. അനൂപ്: ശരിയാ, ഇവിടെ ദേ വെള്ളം തളം കെട്ടി കിടപ്പുണ്ടല്ലോ. സണ്ണി: അത് മഴവെള്ളമല്ലടാ, പേടികൊണ്ട് എനിക്കുണ്ടായ പ്രളയമാണടാ. ലുതു: അയ്യേ കൊരങ്ങൻ, ഇച്ചി മുള്ളി. സണ്ണി: പൊടി പുല്ലേ, ഇവിടെ പേടിച്ചിട്ട് വേറെ പലതും സംഭവിക്കുമോ എന്ന പേടിയില്ല ഞാൻ. അനൂപ്: അയ്യേ ശവം, അങ്ങോട്ട് നീങ്ങി നിൽക്കടാ, മുട്ടി നിൽക്കാതെ. വിവേക്: എടാ ഒന്ന് നിർത്തിക്കേ, എന്നിട്ട് പുള്ളി പോകുന്ന വഴിക്ക് മര്യാദയ്ക്ക് വാ. സണ്ണി: നീ പോടാ, ചെന്ന് കേറിക്കൊടു. പ്രേതത്തിന്റെയും ഭൂതത്തിന്റെയും തുണി അലക്കാൻ കാണും, അങ്ങേര് അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. വിവേക്: എടാ, അറിവും വിവരവും ഉള്ളവർ പറഞ്ഞാൽ അനുസരിക്കണം. സണ്ണി: എടാ തെണ്ടി, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതേ അറിവും വിവരവുമുള്ള സാറ് പറയുന്നത് കേൾക്കാതെ നിനക്ക് തോന്നിയ പോലെ നടന്നിട്ട് അവസാനം അയാൾ പിടിച്ച് പണി തന്നെന്ന് പറഞ്ഞിട്ട് അയാളുടെ കുണ്ടിക്ക് ഗുണ്ട് വെച്ച് പൊട്ടിച്ചവനാണ് നീ. ആ നീയാണ് ഈ ക്രിസ്മസ് അപ്പൂപ്പനായ കിളവനെ അനുസരിക്കാൻ കയറി പോകുന്നത്. അനൂപ്: അളിയ, എന്തായാലും പെട്ട് വാ, നമുക്ക് നോക്കാം. ലുതു: ഒരു പെണ്ണായി എനിക്ക് പോലും ഇത്രയും പേടിയില്ല. സണ്ണി: ബിഗ് ബോസിൽ പോലും ഇത്രയും ടാസ്ക് ഇല്ല. ഇത് ഓരോന്ന് തീരുമ്പോ ഓരോന്ന് കയറി വരാണ്. വിവേക്: ഡേ, നിന്റെ ചളുവടി നിർത്തിയിട്ട് നീ വാ അടച്ച് കൂടെ വാ. സണ്ണി: അതേടാ, നിന്നെ പോലെ കുറെ എണ്ണമുണ്ട് ഞാൻ ചളുവാണെന്ന് പറയുന്നവന്മാർ. ഉയിര് പോകാൻ പോണ സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കാനും വേണണ്ടാ ഒരു അന്തസ്. അനൂപ്: ആ മണി ബാ, ഇന്നത്തെ കോട്ട കഴിഞ്ഞ് ഇനി സെന്റ് ചളു കൂടെ കേൾക്കാൻ വയ്യ. അപ്പോഴേക്കും സ്വാമിജി അവരെ വിളിച്ചു. എല്ലാവരും സ്വാമിജിയുടെ അടുത്തേക്ക് നീങ്ങി. സ്വാമിജി പറഞ്ഞു: ദുഷ്ടശക്തികൾക്ക് നിങ്ങൾ സഹായികളല്ല എന്ന് തെളിയിക്കുന്നതിനെയാണ് ഞാൻ ഒരു നാണയത്തിന്റെ രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞത്. വിവേക്: മനസ്സിലായില്ല. സ്വാമിജി: മനസ്സിലാക്കി തരാൻ ഞാൻ. ഈ കാണുന്ന മാന്ത്രിക കളം കണ്ടോ നിങ്ങൾ? ഇതാരും വരച്ചുണ്ടാക്കിയതല്ല, താനേ ഉണ്ടായതാണ്. നിങ്ങൾക്കായി ഇതിന്റെ നടുവിൽ മൃത്യുഞ്ജയ പൂജ ഞാൻ നടത്താം. സണ്ണി: ആ, അപ്പം ഞങ്ങൾ രക്ഷപ്പെടുവോ? അനൂപ്: ചുമ്മാ ഇരിക്കടാ. സ്വാമിജി: അയാൾ ചോദിക്കട്ടെ, എല്ലാത്തിനുമുള്ള ഉത്തരം എന്റെ പക്കലുണ്ട്. സ്വാമിജി തുടർന്നു: നാളെ രാത്രി 12 മണി മുതൽ 3 മണി വരെ പ്രേതശക്തികൾക്ക് തങ്ങളുടെ ശക്തിക്ഷയം സംഭവിക്കുന്ന സമയമാണ്. ആ സമയം നിങ്ങൾ ആരൊക്കെയാണ് മാന്ത്രികപുര അഗ്നിക്ക് ഇരയാക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടണം. വിവേക്: എങ്ങോട്ട്? സ്വാമിജി: ഇവിടെ നിന്ന് തെക്ക് മാറിയുള്ള ഒരു ചുടുകാട്ടിൽ. അത് കേട്ട് എല്ലാവരും ഞെട്ടി. സ്വാമിജി: അവിടെ പാപികളായി കണക്കാക്കപ്പെട്ട ആദിവാസികളെ കൊന്ന് അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. നിങ്ങൾ അവിടെ പോയി 6 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1. അവിടെ നിന്ന് മണ്ണെടുക്കണം. 2. ഈ 6 തകിടുകൾ അതിന്റെ ചുറ്റും 6 വശങ്ങളായി കുഴിച്ചിടണം. 3. രുദ്രമന്ത്രം ആവാഹിച്ച ഈ ആണി അവിടെയുള്ള എരിക്കുമരത്തിന്റെ നടുവിലായി അടിച്ചുറപ്പിക്കണം. 4. അവിടെ ആ എരിക്കുമരത്തിന്റെ ചുവട്ടിലായി കുഴിയെടുത്ത് ഈ മരപ്പാവയെ കുഴിയിൽ കിടത്തി അതിന്റെ പുറത്തായി എള്ള്, തേന്, കുങ്കുമം ചേർത്തിട്ട് കുഴി മൂടി അതിന്റെ മുകളിൽ ഉഗ്രഭൈരവ മന്ത്രം ജപിച്ച ഭസ്മം വിതറണം. 5. അതിന്റെ അടുത്തുള്ള കുളത്തിൽ ഈ ശംഖ് നിക്ഷേപിക്കണം. 6. അവിടെ നിന്ന് ഒരു ശവത്തിന്റെ തലയോട്ടിയെടുത്ത് ഇവിടെ കൊണ്ടുവരണം. ആരും ഭയപ്പെട്ട് നിൽക്കേണ്ട, കാരണം
അവിടെ പിശാചിന്റെ സാമീപ്യം ഉണ്ടായാലും നിങ്ങളെ മരത്തിലേക്ക് നയിക്കുവാൻ അതിനൊന്നും കഴിയില്ല. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ നിശ്ചിത സമയം കൊണ്ട് ഇതെല്ലാം ചെയ്തു തീർക്കണം. ഭയം നിങ്ങൾക്കുണ്ടാവാൻ പാടില്ല. എല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്കോ കൂട്ടമായോ പോകാം. അവസാന നിമിഷം തലയോട്ടി എടുത്താൽ തിരിഞ്ഞു നോക്കാതെ ശബ്ദിക്കാതെ ഇവിടേക്ക് നിങ്ങൾ എത്തിച്ചേരണം. സൂക്ഷിക്കണം നിങ്ങൾ ആകെ ഒരു കാര്യത്തിൽ മാത്രം: ശവം തീനികളായ ചെന്നായ്ക്കൾ നിരവധി ഉണ്ടവിടെ. ഇതെല്ലാം ചെയ്യാതെ നിങ്ങളിൽ ഒരാളെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ല. നിങ്ങൾക്ക് പോകാം, പോകാതിരിക്കാം. പോയാൽ ആ ജീവൻ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കും. അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ തീർച്ചയായും മരണപ്പെടും. എല്ലാവരും ഇനി ഈ രക്ഷാതകിടുകൾ അണിയുക. ഇനി രാത്രി എന്ത് ശബ്ദം കേട്ടാലും, നിങ്ങളെ ആര് വന്ന് വിളിച്ചാലും വീട് വിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാതിരിക്കുക. ഈ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് സ്വാമിജി തന്റെ മുന്നിലുള്ള പരബ്രഹ്മത്തിന്റെ ചുവട്ടിലിരിക്കുന്ന രക്ഷാതകിടുകൾ അവർക്ക് നൽകി. സ്വാമിജി: നിങ്ങൾ നല്ലപോലെ ആലോചിക്കൂ. എന്നിട്ട് നിങ്ങളുടെ തീരുമാനം നാളെ എന്നോട് പറയൂ. ഇനി എല്ലാവർക്കും പോകാം. എല്ലാവരും ആ അറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ മനസ്സിൽ രണ്ടു കൂട്ടം കാര്യങ്ങളായിരുന്നു അവർക്കുള്ളത്. ഒന്ന്, അവർ നിന്നിരുന്ന അറയിൽ വലിയ ശിവവിഗ്രഹത്തിന്റെ ചുറ്റും ചുവന്ന പട്ടിനാൽ മുകൾ ഭാഗം മൂടിക്കെട്ടിയ കലങ്ങൾ, പ്രത്യേക രൂപങ്ങൾ കൊണ്ടുള്ള പാവകൾ. അവയെ അവിടെ അതിന്റെ ഉള്ളിൽ അതിശയകരമായ തരത്തിൽ വളർന്നു നിൽക്കുന്ന ഒരു കുഞ്ഞു മരത്തിൽ തളച്ചു വെച്ചിരിക്കുന്നു. കൂടാതെ പ്രേതരൂപങ്ങൾ കൊണ്ട് നിർമ്മിതമായ പോലെയുള്ള ആണികളായിരുന്നു അവിടെ കാണാൻ സാധിച്ചത്. എല്ലാവരും പുറത്തേക്ക് വന്നു. സ്വാമിജി പറഞ്ഞു: നിങ്ങൾക്കുള്ള അത്താഴം ആ വടക്കേ മുറിയിലുണ്ട്. എല്ലാവരും അവിടേക്ക് പോയി അത് കഴിച്ചിട്ട് ചിന്തിക്കുക, തീരുമാനമെടുക്കുക, ഉറങ്ങുക. ആരും ആ മുറി വിട്ട് പുറത്തേക്കിറങ്ങി വരാൻ പാടില്ല. എന്തു സംഭവിച്ചാലും ഇന്നൊരു ദിവസം നിങ്ങൾ അവിടെ തന്നെ തങ്ങുക. എല്ലാവരും തകിടുകൾ കയ്യിൽ കെട്ടി. സ്വാമിജി: എന്നെ ഇനി തിരക്കണ്ട. ഞാൻ നാളെ നിങ്ങളെ വന്ന് കാണും. അതുവരെ ഒരു ശക്തി പോലെ ഈ തകിടുകൾ നിങ്ങളെ കാക്കും. സ്വാമിജി അവിടെ നിന്ന് ആ മുറിയും പൂട്ടി ഇറങ്ങി. വിവേക്: സ്വാമിജി എങ്ങോട്ടാ? സ്വാമിജി: ഇവിടെ ഉൾവരത്തിൽ ഒരു കാവുണ്ട്. അവിടെ എനിക്ക് വിശേഷാൽ പൂജകളുണ്ട്. ആരും എന്നെ തിരക്കി എന്റെ പുറകെ വരരുത്. അത് നിങ്ങൾക്ക് ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാമിജി ഇറങ്ങി ഉൾക്കാട്ടിലേക്ക് പോയി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ കുഴങ്ങി അവർ നാലുപേരും സ്വാമിജിയുടെ പോക്കും നോക്കി നിന്നു. സ്വാമിജി കാടിന്റെ ഇരുളിലേക്കായി മറഞ്ഞു. അനൂപ്: എടാ വിവേകേ, സണ്ണി വന്നേടാ എല്ലാവരും. സണ്ണി: നിനക്ക് ആഹാരം കഴിക്കാൻ ഇത്ര ആർത്തിയാണോടെ? അനൂപ്: ആഹാരം മണ്ണാങ്കട്ട, ഒന്ന് വാടാ പുല്ലേ, ഇവിടെ ഇനി നിൽക്കരുത് എന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. ലുതു, നീയെങ്കിലും ഒന്ന് പറയടി. അനൂപ് ഞെട്ടി. ലുതുവിനെ കാണാനില്ല. പെട്ടെന്ന് അവർക്ക് തങ്ങാനുള്ള മുറിയുടെ മുന്നിൽ നിന്ന് ഒരു ശബ്ദം. ലുതു: എടാ കൊരങ്ങന്മാരെ, വേഗം വാ ഇങ്ങോട്ട്. സണ്ണി: അവൾ ആദ്യമേ പോയി സീറ്റ് പിടിച്ചു. അനൂപ്: എടി, നമ്മളെ വിളിക്കാതെ നീ ഓടിയല്ലേ? ലുതു: ഹഹ ആ. അനൂപ് വിവേകിനോടായി പറഞ്ഞു: വാടേ, എന്തും നോക്കി നിൽക്കുന്നു? പോയി ആ ആം ആദ്മി പാർട്ടിയിൽ ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കാം. അങ്ങനെ അവർ ആ മുറിയിൽ കയറി കഥകടച്ചു. അവർക്ക് കഴിക്കാനുള്ള ആഹാരവും കുടിക്കാനുള്ള വെള്ളവും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അനൂപ്: എടാ വിവേകേ, നീ എന്താ ആലോചിക്കുന്നേ? സണ്ണി: അയാൾ വന്ന് കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ എങ്ങനെ ചാടാം എന്നായിരിക്കും. വിവേക്: ഹാ, ഒന്ന് പോടാ പുല്ലേ, അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ട്. അന്ന് ആ ചിണ്ടന്റെ വാക്കും കേട്ട് അവിടെ കാട് കയറിപ്പോയി ഓരോന്ന് കാണിച്ചു വെക്കണ്ടായിരുന്നു എന്നിപ്പോ തോന്നുക. അനൂപ്: അയാൾ പറയുന്നതിൽ എന്തേലും സത്യം കാണുമോടാ? എനിക്ക് നാളത്തെ കാര്യം ആലോചിച്ചിട്ട് പേടിയാകുന്നു. സണ്ണി: അപ്പോ നീ ആ ഉടായ്പ കിളവന്റെ വാക്കും കേട്ട് പോകാൻ തീരുമാനിച്ചോ? അനൂപ്: അപ്പൊ പോണ്ടേ? നീ വരുന്നു എന്നൊക്കെ പറഞ്ഞതോ? സണ്ണി: അത് പിന്നെ വല്ലാണ്ട് പേടിച്ചാൽ ആരും വരും എന്നൊക്കെ പറയും. എടാ ഉവ്വേ, ഈ കാടും കാടിന്റെ ശാപവും ഒരു വോൾഗാവില്ലയും നമ്മൾക്കുണ്ടായ ഇല്ലാത്ത ശാപവും തീർക്കാൻ അസമയത്ത് ഇറങ്ങിപ്പോകാതെ നാളെ രാവിലെ നടന്ന റോഡ് പിടിച്ചാൽ ഉള്ള ജീവനം കൊണ്ട് വീട് പിടിക്കാം. അല്ലാതെ കണ്ട. വിവേക്: നിർത്തടാ നിന്റെ ഡയലോഗടി. വീട്ടിൽ പോകാനായിരുന്നേൽ അത് നിനക്ക് മുന്നേ എനിക്കാകാമായിരുന്നു. എന്നിട്ട് ഞാൻ പോയോ? ഇല്ലല്ലോ. വരുന്നതെന്തായാലും ഒന്നിച്ചു നിന്ന് നേരിടാം എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. മറ്റുള്ളവരെ കുരുതി കൊടുത്തിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. സണ്ണി:
എടാ അളിയ, മനസ്സിലാകും. നമുക്ക് വിജയനെയും സഞ്ജീവ് ചേട്ടനെയും കണ്ടുപിടിച്ചിട്ട് പോകാം. അവരെയും കൊണ്ടല്ലാതെ ഈ പണിക്കൊക്കെ നിൽക്കണോ? അനൂപ്: എടാ വിവേകെ, സണ്ണി പറയുന്നതിലും കാര്യമുണ്ട്. നമ്മൾ ഒരു ദിവസം കണ്ട ഒരു അമ്മാവൻ, അയാൾ ഒറ്റ ദിവസം കൊണ്ട് നമ്മളെ ഇത്രയും കൂട്ടാക്കി വെച്ചിട്ട് ഇതെല്ലാം പറയുന്നത് നമ്മുടെ നല്ലതിനാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ശരി, സമ്മതിച്ചു. എന്നാലും ഒരുപക്ഷെ ഒരു മറുഭാഗം കാണില്ലെന്നുണ്ടോ? നമ്മളെ പറഞ്ഞ അപകടത്തിലേക്ക് വിട്ടിട്ട് അയാൾക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയാണെങ്കിലോ? സണ്ണി: അതെ, കുഴിക്കാനും മാന്താനും നമ്മൾ നാലും. അയാൾക്ക് ഇവിടെ ഡിസ്കോ ലൈറ്റ് അടിക്കണ മുറിയിൽ ഇരുന്നിട്ട് കുറെ ഭസ്മം വാരി തീയിലിട്ട് ഓഹരി കുട്ടിച്ചാത്ത എന്ന് പറഞ്ഞാൽ മതി. അയാളെ ആരും വന്ന് പിടിച്ചു തിന്നില്ല. ഫുൾ ചെന്നായി അടക്കം അവിടെ സ്പോട്ടിൽ നമ്മളെ കാത്തു നിൽക്കും, സ്കീമിട്ട് പണി തീർക്കാൻ. ലുതു: ശരിയാ, എന്തായാലും നന്നേ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. വിവേക്: എടാ ഉവ്വേ, അയാൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിലെ കാടും വീടൊക്കെ കത്തിക്കാൻ പോയ കാര്യം അയാൾ പറയുന്നത് എങ്ങനെയാ? അതിനും വേണ്ട ഒരു ലോജിക്ക്. ഇയാൾക്കതെല്ലാം എങ്ങനെ അറിയാം? സണ്ണി: എടാ, നമ്മൾ കത്തിക്കാൻ പോയപ്പോ അന്ന് പണി കിട്ടിയത് അയാൾക്കാണെങ്കിലോ? ലുതു: അതെ, അങ്ങനെയും വരാൻ ചാൻസ് ഉണ്ട്. അനൂപ്: എടാ, എന്നാലും അയാൾ എങ്ങനെയാണ് ഇത്രയും മാന്ത്രിക വിദ്യയൊക്കെ കാണിക്കുന്നത്? നീ വരെ കണ്ടതല്ലേ അയാൾ ചലിക്കുന്ന ഓരോ നിമിഷവും ഈ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ. സണ്ണി: എന്തായാലും പൊന്നളിയ, ആ വട്ടുകളവന്റെ വാക്കും കേട്ട് കണ്ട ചുടുകാട്ടിലൊന്നും പോകേണ്ട കാര്യമില്ല. വിവേക്: നിനക്ക് ശുദ്ധ വിവരമില്ലായ്മയാണ് സണ്ണി. കാര്യമുണ്ട്, കാരണമുണ്ട്. എന്താണെന്നല്ലേ? ദൈവമില്ല, ചെകുത്താനില്ല. ശരി, സമ്മതിച്ചു. പക്ഷേ അയാൾ ഈ വയസ്സാം കാലത്ത് നമ്മുടെ മുന്നിൽ വെച്ച് ഈ പ്രകൃതിയെ പോലും മാറ്റിമറിച്ചത് എന്തുകൊണ്ടാണ്? അതിനുത്തരമുണ്ടോ നിനക്ക്? സണ്ണി: ഞാനൊന്നും പറയുന്നില്ല അളിയ, നീയൊക്കെ എന്തോ കാണിക്ക്. എന്തായാലും പാതി വഴിക്ക് കളഞ്ഞിട്ട് പോകില്ല ഞാൻ. കൂടെ തന്നെ കാണും, അതുറപ്പാ. പക്ഷേ ശുദ്ധ മണ്ടത്തരമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വിവേക്: ഇത്രയും കാണിച്ചു വെച്ചില്ലേ, ഇനി ഇതുകൂടെ നോക്കാം അവസാനമായിട്ട്. അനൂപ്: അപ്പൊ പോകാൻ നിങ്ങൾ രണ്ടും സെറ്റാണേ? വിവേക്കും സണ്ണിയും: അതെ, സെറ്റാണ്. അനൂപ്: ലുതുവേ, നീയോ? ലുതു: ആ, ഞാനുമുണ്ട് കൂടെ. അനൂപ്: എന്നാ ഞാനുമുണ്ട്. സെറ്റ്, ടീം സെറ്റ്. ലുതു: നോക്കിയിരിക്കാതെ ഇനി ആഹാരം കഴിക്ക്, സമയം പോകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ തീരുമാനം ഉറപ്പാക്കി അത്താഴം കഴിച്ചു. പക്ഷേ ആ തീരുമാനത്തിൽ ശരിക്കും ഉറച്ചു നിൽക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം നടക്കുന്ന സംഭവങ്ങളിൽ ഒന്നും തന്നെ ഒരു യോജിപ്പില്ലായ്മയായി അവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അതുതന്നെ വിശ്വസിക്കേണ്ട അവസ്ഥയും നിലനിന്നു. ഒരു സൂര്യോദയം കൂടി മറികടന്നുകൊണ്ട് രാത്രിയുടെ അനന്തമായ ആ നിശയിൽ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവർ തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഉണ്ട് പുറത്ത് കുറുനരികളുടെ ഓരിയിടൽ ശബ്ദം അതിതീവ്രമായി മുഴങ്ങാൻ തുടങ്ങിയിരുന്നു. നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്നു അപ്പോഴും. ജനലിന്റെ പുറത്തായി മിന്നൽ പിണരുകൾ തെളിയുകയും അതിന്റെ ശക്തിയായ വെളിച്ചം ജനാലയിൽ പതിക്കുകയും ഭയത്തിന്റെ ചിത്രങ്ങൾ അവരുടെ എല്ലാം മുഖത്ത് തെളിഞ്ഞു വരികയും ചെയ്തു. ഒത്തിരി നിഗൂഢമായ പേടി നിറഞ്ഞ രാത്രി അവിടെ അവസാനിക്കാതെ ആരംഭം വിട്ടു. ഓരോ നിമിഷം കഴിയുന്തോറും നാളെ തങ്ങളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന ആ ഭീകര നിമിഷങ്ങളെ ഓർത്ത് അവർ നെടുവീർപ്പിട്ടുകൊണ്ടേയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ ഒന്നും യോജിപ്പില്ലായ്മ. ആരെ വിശ്വസിക്കണമെന്ന് അവർക്ക് പോലും അറിയില്ല. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ജനാലയുടെ പുറത്തായി ചങ്ങലയിഴയുന്ന ഒരു ശബ്ദം ആ വരാന്തയിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങി. എല്ലാവരും ആ ശബ്ദം കേട്ട് പരസ്പരം നോക്കി. എന്താണെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. ഭയം നിറഞ്ഞു തുളുമ്പുന്ന നിമിഷം.